അങ്ങനെ ഒരു PV RC എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല ആദ്യം വന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിനോടാണ്. റിപ്പോർട്ടർ ചാനലിന് തരുന്ന ബൈറ്റിലാണ് ആദ്യം രമേശ് ചെന്നിത്തല പറയുന്നത്, ഞാൻ CMRL നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ സംഭാവനയാണത്, അത് കൃത്യമായ പാർട്ടിയിൽ ഞാൻ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കുഞ്ഞാലിക്കുട്ടി പറയുന്നു അത് വാങ്ങിയിട്ടുണ്ടാവും, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് വിവിധ ആളുകൾ പണം നൽകാറുണ്ട്. ഇവരാരും അത് നിഷേധിച്ചില്ല, PV മാത്രമേ നിഷേധിച്ചുള്ളൂ. ഉമ്മൻചാണ്ടി നിഷേധിക്കാൻ ഇപ്പോൾ ജീവനോടെയില്ല. ഇബ്രാഹിം കുഞ്ഞിന്റെ കാര്യത്തിലാണെങ്കിൽ അതൊരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതോടുകൂടി നമുക്കത് വിഷയത്തിലെടുക്കാം. ഈ പേരുകളിൽ PV മാത്രമാണ് ഇനിയും അത് നിഷേധിച്ചു നിൽക്കുന്നത്. അല്ല, ഞങ്ങൾക്ക് ആ ശീലമില്ല. ഉമ്മൻചാണ്ടി ചെയ്ത പോലെ, കുഞ്ഞാലിക്കുട്ടി ചെയ്ത പോലെ, ഇബ്രാഹിം കുഞ്ഞ് ചെയ്ത പോലെ, ചെന്നിത്തല ചെയ്ത പോലെ കള്ളപ്പണം ചുമന്നുകൊണ്ട് പോകുന്ന പരിപാടി ഞങ്ങൾക്കില്ല. അത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്തവരല്ലേ, ഞങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. മാത്രമല്ല, ഈ പണം കള്ളപ്പണമായിട്ടാണ് കൊണ്ടുപോകുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാന്യതയാണോ? ആ പണം ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത കണക്കിലില്ല, കോൺഗ്രസിന്റെ കണക്കിലില്ല. അത് മാന്യതയാണോ? അങ്ങനത്തെ പണം കോൺഗ്രസ് ഓഫീസിൽ കിട്ടിയതായിട്ട് ഒരു രേഖയും കോൺഗ്രസ് ഹാജരാക്കിയിട്ടില്ല. അപ്പൊ ഇത് കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന എന്തിനു വേണ്ടി? ഇതാണ് ചോദ്യം. ഇനി ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട BJP നേതാക്കന്മാർ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ അവരോട് ചോദിക്കുന്നത്. ഈ കരിമണ കമ്പനിയിൽ നിന്നും കുറെ മാധ്യമങ്ങൾ കുറെ പണം കൊണ്ടുപോയെന്ന് ആ കടലാസ കണ്ടു, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കടലാസ കണ്ടു. ഒരു മാധ്യമം ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ആ മാധ്യമത്തിന്റെ പേരാണ് ജന്മഭൂമി. ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയ കേരളത്തിലെ ഏക മാധ്യമം ജന്മഭൂമി പത്രമാണ്. ആ മുഖപ്രസംഗം എഴുതിയതിൽ പ്രതിഷേധിച്ച് അതിന്റെ എഡിറ്ററായിരുന്ന ഹരിയസ് കർത്ത, ആരിഫ് മുഹമ്മദ് ഖാന്റെ ആഫീസിൽ രാജ്ഭവനിൽ നിങ്ങൾ ജോലി കൊടുത്ത ഹരിയസ് കർത്ത രാജിവെച്ചു. വീണ്ടും അദ്ദേഹം ജോലിക്ക് കയറി. അപ്പോഴാണ് അദ്ദേഹം അവധിയായിരുന്ന ദിവസം കുഞ്ഞാലിക്കുട്ടിയെ പ്രകീർത്തിച്ചുകൊണ്ട് കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മറ്റൊരു ലേഖനം ജന്മഭൂമിയിൽ വന്നു. അല്ല, കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഇദ്ദേഹം ഒരു ലേഖനം എഴുതി. കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട്, കരിമണൽ കമ്പനിക്കെതിരായിട്ട് ലേഖനം എഴുതിയത് ഇദ്ദേഹത്തെ പുറത്താക്കി. ജന്മഭൂമി ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് വായിക്ക്. അപ്പൊ ഈ കേരളത്തിൽ ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുന്ന കൂട്ടരായിരുന്നു ജന്മഭൂമിയും BJPയും. നിങ്ങളുടെ ഒന്നും പേരില്ലാതെ വെള്ളക്കടലാസ കുറെ പേരുടെ പേരെഴുതി വെച്ചിട്ട് അതിന്റെ അറ്റത്ത് PV എന്ന് എഴുതി വെച്ചാൽ അതൊന്നും ഞങ്ങളുടെ തലയിൽ കയറുകയില്ല. ഇനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം എന്താണ് വസ്തുത? മുഖ്യമന്ത്രിയുടെ മകള് ഒരു IT കമ്പനി നടത്തുന്നു. വിവിധ സ്ഥാപനങ്ങളുമായി അവർ ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു കമ്പനിക്ക് ഒരു കരാർ കിട്ടിയാൽ ആ കരാർ ഓണർ ചെയ്യാൻ പറ്റുന്ന ജോലിക്കാരെ അവർ നിയമിക്കും. അങ്ങനെ ഒരു ജോലിക്കാരെ നിയമിച്ചത്, അതിന്റെ ഭാഗമായി ശമ്പളം കൊടുത്തത് അടക്കം എന്തെല്ലാം രേഖകൾ പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. അല്ല തൽക്കുമാർ, എനിക്കൊരു സംശയമുള്ളത്, ഈ പൊതുസമൂഹത്തിന് ഒരു വലിയ സംശയമായി മാറുന്നത് 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണല്ലോ. വീണ വിജയന്റെ എക്സാലോജിക്കുന്ന കമ്പനി വാർഷിക പരിപാലന കരാർ എന്നതിന്റെ പേരിൽ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റും കൺസൾട്ടൻസിയും CMRLുമായി ഏർപ്പെടുന്നത്. ഇതിൽ വീണ വിജയന് മാത്രം 5 ലക്ഷം രൂപ കൊടുത്തു, മാസം കൊടുത്തു. അതെന്തിന്? അതെ, ഞാൻ പറയുന്നത് നിങ്ങൾ ദയവായി കേൾക്കൂ. ഒരു മാധ്യമം, ഒരു സ്ഥാപനം ഒരു കരാർ ഏറ്റെടുത്ത് കഴിയുമ്പോൾ ജോലിക്കാരടക്കം ആളുകളെ നിയമിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടർ ഒരു പാലം പണിക്ക് ടെൻഡർ എടുത്താൽ ആ പാലം പണി നടത്താനുള്ള ജോലിക്കാരെ അയാൾ നിയമിക്കത്തില്ലേ? ഇവരും അങ്ങനെ ആളുകളെ നിയമിച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ രേഖ കൊടുക്കാതെയാണോ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്ക് 5 ലക്ഷം രൂപ പക്ഷേ ചെയ്യാത്ത സേവനത്തിന് കൊടുത്തു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം. പറയട്ടെ, നിങ്ങൾ കേൾക്കണില്ല. അത് തന്നെ പ്രതിപക്ഷത്തിന്. ആ പ്രതിപക്ഷത്തിനുള്ള മറുപടി പറയട്ടെ. ഒന്ന്, ജന്മഭൂമിക്കാരന്റെ ആ മുഖപ്രസംഗം എഴുതിയത് പിണറായി വിജയന്റെ മകൾക്ക് കരാർ കൊടുത്തതിന് വേണ്ടിയാണോ? ജന്മഭൂമി ഈ കമ്പനിയെ അഭിനന്ദിച്ച് മുഖപ്രസംഗം എഴുതിയത് പിണറായി വിജയന്റെ മകൾക്ക് കരാർ കൊടുത്തതിനാണോ? രണ്ടാമത്തെ എന്റെ ചോദ്യം, ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സ്വകാര്യ മേഖലയിൽ കോൺഗ്രസ് എതിർത്തിട്ടും അത് ചൂണ്ടിക്കാണിക്കണം. താങ്കൾ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം ഒന്ന് പറയണം. എന്താണ് ജയസൂര്യൻ, അങ്ങനെ ജന്മഭൂമി എഴുതിയിട്ടില്ല എന്നുണ്ടോ? അല്ല, ജന്മഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ഈ ആരോപണം അനിൽകുമാർ ഇപ്പോഴാണല്ലോ പറയുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ജന്മഭൂമിക്കോ BJPക്കോ ബന്ധപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എത്രമാത്രം വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുമായിരുന്നു.
അപ്പോ യാതൊരു വിധത്തിലും അന്ന് പറയാതെ ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത് കൊണ്ടാണ്. ഇതിപ്പോ ഞാൻ ഇത് ഒത്തുകളിയാണെന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടി കൊണ്ടിരുന്ന മറ്റൊരു തന്ത്രം എന്നല്ലാതെ അതിനപ്പുറം ഒരു കാര്യവും ഇല്ല ഇത്. ഓക്കെ, അങ്ങനെ പ്രതികൃതിച്ച് എഴുതിയിട്ടില്ല എന്നൊരു വാദമുണ്ടെങ്കിൽ അത് നമുക്ക് ഖണ്ഡിക്കാം. അതല്ലെങ്കിൽ അതിനെ താങ്കൾ ആരോപണമായിട്ട് ഉന്നയിച്ചോളൂ. ഞാൻ അങ്ങയുടെ അവസരത്തിൽ വരാം. അനിൽകുമാർ ഞാൻ കൃത്യമായിട്ട് പറയാം. ഞാൻ ചാനൽ ചർച്ചകളിൽ 50 തവണയെങ്കിലും പറയട്ടെ, 50 തവണയെങ്കിലും ഉന്നയിച്ച കാര്യമാണിത്. എനിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഹരിയസ് കർത്താവ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ജന്മഭൂമിയുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ചാണ് ഞാൻ വർത്തമാനം പറയുന്നത്. നിങ്ങൾക്കിപ്പോഴും ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലഭ്യമാണ്. ബഹുമാനപ്പെട്ട ജയസൂര്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഞാൻ ഇന്ന് പുതുതായിട്ട് ചലഞ്ച് ചെയ്യാം. എന്താണ് താങ്കൾ പുകമറ സൃഷ്ടിക്കുകയാണ്. അവിടെ ഹരിയസ് കർത്താവ് എന്താണ് പറഞ്ഞത് എന്ന് പറയാത്തിടത്തോളം കാലം താങ്കൾ പുകമറ സൃഷ്ടിക്കുകയാണ്. പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയ എന്തെന്ന് ഞാൻ പറയാം. ഈ ജന്മഭൂമി പത്രത്തിൽ ഒരു തവണ ഈ കരിമണൽ അനുകൂലിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതി. അന്ന് ഹരിയസ് കർത്ത ആ കമ്പനി, അദ്ദേഹം എഡിറ്ററായിരുന്നു. അദ്ദേഹം ഇല്ലാത്തപ്പോൾ അവധിയായിരുന്നപ്പോൾ മുഖപ്രസംഗം വന്നു. അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം സംഭവിച്ചത് അദ്ദേഹത്തെ വീണ്ടും അപ്പോയിന്റ് ചെയ്തു. കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉംറയ്ക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും കരിമണൽ കമ്പനിയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഇദ്ദേഹം ഒരു ലേഖനം എഴുതി ജന്മഭൂമി തന്നെ പുറത്താക്കി. എന്നിട്ട് ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പറഞ്ഞു, ഞാനും ഒരു കർത്താവാണ്. ഒരു കർത്താവിനെതിരെ ഒരു ലേഖനം എഴുതിയതിന് പുറത്താക്കപ്പെട്ട കർത്താവാണ് ഞാൻ. ആരിഫ് മുഹമ്മദ് ഖാന്റെ ആഫീസിലെ PRO ആയിരുന്നല്ലോ നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. നിങ്ങൾക്ക് പരിചയമില്ല ഹരിയസ് കർത്തായെ? ഒന്നും ചെയ്തു ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് നോക്കി. ഇത് ആധികാരികമായിട്ടല്ലേ പറയേണ്ടത്. ഞാൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ പോലെ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ മാപ്പ് പറയേണ്ട കേസല്ല ഇത്. ഹരിയസ് കർത്താവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഇത് ഞാനൊരു 50 തവണ ചാനൽ ചർച്ച പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്ന കാര്യമല്ല. പിന്നെ കോൺഗ്രസ് പകുതിയുടെ മനസ്സിൽ നിന്നുള്ള കാര്യത്തോടെ പുറത്തു വന്നു. ഞാൻ അദ്ദേഹത്തെ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് നന്ദി പറയുകയാണ്. എന്താ നന്ദി? തെളിവൊന്നുമില്ലെങ്കിലും സത്യമൊന്നുമില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാക്കി. അത് മാധ്യമ പിന്തുണയോടെയാണ്. ഈ മാസപ്പടി എന്നൊരു വാക്ക് തന്നെ ഉണ്ടാക്കിയത് മാധ്യമങ്ങളല്ലേ? മാധ്യമ പിന്തുണയോടെ ഇടതുപക്ഷത്തെ ആക്രമിക്കുക. പക്ഷെ ആക്രമിച്ചിട്ട് നിങ്ങൾ തോക്കുകയാണല്ലോ, നിങ്ങൾ പുറകോട്ട് പോവാണല്ലോ. ഈ പിണറായി വിജയൻ 9 കൊല്ലമായിട്ടല്ലേ ഭരിക്കുന്നത്. ഇനിയും തുടർഭരണം കിട്ടുമെന്നല്ലേ മുല്ലപ്പള്ളി ശശി തരൂരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു കള്ളത്തരത്തിനും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിൽക്കക്കള്ളിയില്ല. ഞാൻ വീണ്ടും സതീശനെ വെല്ലുവിളിക്കുന്നു. AI ക്യാമറ കാര്യത്തിലും K-ഫോൺ കാര്യത്തിലും ഇപ്പൊ ഇതിന്റെ കാര്യത്തിലും കോടതിയിൽ പോകണം. നിങ്ങൾക്ക് പൈസ ഇല്ലേ ഒന്ന് പറഞ്ഞാൽ മതി, പൈസ ഉണ്ടാക്കി തരാം. വെല്ലുവിളിക്കുന്നു സതീശനെ, വെല്ലുവിളിക്കുന്നു ചെന്നിത്തലയെ. SFI അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഒരു ചുക്കും ചെയ്യില്ല എന്ന് മാത്രമല്ല, എന്താണ് SFI എന്ന് പറയുന്നത് മനസ്സിലാക്കണം. സീരിയസ് ഫ്രോഡിന്റെ നിർവചനം വായിക്കണം. സീരിയസ് ഫ്രോഡ് എന്ന് പറയുന്നത് പണം കൈപ്പറ്റിയ കമ്പനിക്കെതിരായ അന്വേഷണമല്ല. പണം ഏതു കമ്പനിയിൽ നിന്നാണോ പോയത് ആ കമ്പനിയുടെ ഡയറക്ടർമാർ ഒത്തുകളിച്ചാൽ മാത്രം ബാധകമാകുന്നതാണ് ഓഹരി ഉടമകളെ പറ്റിക്കുന്ന സീരിയസ് ഫ്രോഡ്. Debate with Dr. Arun Kumar.